ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു മെർമെയ്ഡ് ഡ്രസ്സ് ചെയ്യാനാണ്. നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണിത്. ഞാനിത് ഒരുപാട് കളേഴ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത്. ഞാൻ ചെയ്ത് കൊടുത്തിട്ട് ഒരാൾ എനിക്ക് എൻ്റെ കസ്റ്റമർ അയച്ച് തന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. 4mm ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 4 പ്ലേ യാണുമാണ്. ഫസ്റ്റ് നമുക്ക് ഒരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു ഇവിടേക്ക് സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 2 ചെയിൻ ചെയ്യാം. പിന്നെ ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഹാഫ് ഡി സി ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് 6 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കാം. യാണോവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക. ഈ 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 1, വീണ്ടും യാണോവർ ചെയ്യുക. ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക. ഈ 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 2, 3, 4, 5, 6. നമുക്ക് 6 ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ടൈലൻ്റ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്ത 2 ചെയിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് ആ 2 ചെയിൻ ചെയ്യുക. പിന്നെ അടുത്ത ചെയിനിൽ നമ്മൾ 2 ഹാഫ് ഡി സി ചെയ്യുക. 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവനും നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റിൽ നമ്മൾ 2 ചെയിൻ ചെയ്തു. പിന്നെ അടുത്തതിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. സെയിം തന്നെ 2 എണ്ണം ചെയ്യുക. പിന്നെ അടുത്തതിൽ നമുക്ക് ഒരു ഹാഫ് ഡി സി ചെയ്യുക. പിന്നെ അടുത്തതിൽ നമുക്ക് 2 ഹാഫ് ഡി സി ചെയ്യുക. അങ്ങനെ നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ കഴിയുമ്പോൾ നമുക്ക് ഈ റൗണ്ട് കഴിയുമ്പോൾ 9 സ്റ്റിച്ചസ് ആണ് കിട്ടുക. അപ്പോൾ അതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക, 9 സ്റ്റിച്ച് തന്നെയാണോ കിട്ടുന്നതെന്ന്. ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് ഓരോ ചെയിനിലും ഈ ഒരു മാജിക് സർക്കിൾ ചെയ്തിട്ടുള്ള ആ ഒരു യാണാണിത്. ആ യാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ 4th റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 9 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് തന്നെയാണ് കിട്ടുക. ഇനി നമ്മൾ 5th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 5th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചെയിൻ 2 ചെയ്യുക. ഇനി 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഒരു 1 ചെയ്യുക. 1 സെയിം തന്നെ ഒന്ന് ചെയ്തു. അടുത്തതിൽ 1 ചെയ്യുക. 2 ഹാഫ് ഡി സി ചെയ്യുക. അപ്പോൾ 1 1 2 എന്നുള്ള പാറ്റേൺ ആണ്. ഞാൻ അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യുക. സെക്കൻഡ് സ്റ്റിച്ചിലും 1 ഹാഫ് ഡി സി ചെയ്യുക. തേർഡ് സ്റ്റിച്ചിൽ ഒന്ന് തന്നെ 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. ഞാൻ അടുത്ത 2 സ്റ്റിച്ചിലും 1 1 ചെയ്യുക. 1 സെക്കൻഡ് സ്റ്റിച്ചിലും 1 ചെയ്യുക. ഇനി തേർഡ് സ്റ്റിച്ചിൽ ഒന്ന് തന്നെ 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. സെയിം തന്നെ ഒന്നും കൂടി ചെയ്യാം. ഇനി അടുത്ത 2 എണ്ണത്തിലും 1 1 ചെയ്യുക. 1 1. ഇനി ലാസ്റ്റിൽ നമുക്ക് 2 ഹാഫ് ഡി സി ചെയ്യാം. ഫസ്റ്റ് 2 ചെയിൻ ചെയ്ത് അത് സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡീസിൻ്റെ ടോപ്പിൽ നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡീസ് എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ചെയിൻ 2 ചെയ്യാം. 1 നെക്സ്റ്റിൽ 1 അപ്പോൾ 2 ആയി. 1 2 നെക്സ്റ്റ് 3 4 5 6 7 8 9 10 11 12. അപ്പോൾ നമുക്ക് 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡീസിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 ഹാഫ് ഡി സി ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഒരു രീതിക്ക് ചെയ്യാം. ഇനി നമ്മൾ അടുത്തത് ചെയ്യാനായിട്ട് ചെയിൻ 2 ചെയ്യുക. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്ക് ലൂപ്പാണ്. നമ്മൾ ഈ ഒരു വിരൽ വെച്ചിട്ടുള്ള ഭാഗത്തെ ഈ ലൂപ്പിനെ ഫ്രണ്ട് ലൂപ്പ് എന്നും മറ്റേ ബാക്ക് സൈഡിൽ വരുന്ന ലൂപ്പിനെ ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നു. ഈ ഒരു വരുന്നതിന് ഫ്രണ്ട് ലൂപ്പ് എന്നും ഈ ബാക്ക് സൈഡിൽ വരുന്ന ലൂപ്പിനെ ബാക്ക് ലൂപ്പ് എന്നും പറയും. അപ്പോൾ ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്തിട്ടാണ് ഇനി വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ എപ്പോഴും ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുക. കസ്റ്റമർ പറഞ്ഞ കളറായതുകൊണ്ടാണ് കുറച്ച് ഡാർക്ക് കളറായിപ്പോയത്. അപ്പം സ്റ്റിച്ചസൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈറ്റ് ഷെയ്ഡിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഹാഫ് ഡി സി ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ജോയിൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യുന്നില്ല, നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത ചെയിനിൽ ഞാൻ 2 ഡി സി ആണ് ചെയ്യുന്നത്. ഡി സി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. യാണോ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക 2 ലൂപ്പിൻ്റെ കൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ബാലൻസ് 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാണോ ചെയ്യുക 2 ലൂപ്പിൻ്റെ കൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റിച്ചിലും ഒരു ഡി സി ചെയ്യാം. ഇങ്ങനെ ഞാൻ 2 ഡി സി ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 ചെയ്തു. ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി എല്ലാ റൗണ്ടിലും നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ലൂപ്പ് ഇങ്ങനെ നമുക്കിങ്ങനെ തെളിഞ്ഞ് കാണും. ഈ ഒരു ഫ്രണ്ട് ലൂപ്പിലാണ് ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ ബാക്ക് ലൂപ്പ് ഇവിടെ തൊട്ടിട്ട് ഈ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ഇവിടെ തൊട്ടിട്ട് ഇനി നമ്മൾ ബാക്ക് ലൂപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നോട്ട് എഴുതി വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അടുത്ത 2 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2. അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഒന്ന് തന്നെ 2 എണ്ണം ചെയ്യുക. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്യുക. 1 1 1 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്തു. ഇനി 4ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ 2 ചെയ്യാണ്. നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ലൂപ്പ് ഇങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വര പോലെ തെളിഞ്ഞ് കാണും കേട്ടോ. നമ്മളിങ്ങനെ ചെയ്തിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 15 സ്റ്റിച്ചസ് ആണ് കിട്ടുക. അപ്പോൾ ആ റൗണ്ട് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക 15 സ്റ്റിച്ച് കിട്ടിയിട്ടില്ലേന്ന്. ഇത് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നില്ല. സ്ലീവ് സ്റ്റിച്ച് ചെയ്യാതെ നമ്മളിങ്ങനെ ഡി സി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇനി 4 സ്റ്റിച്ചിലും ഓരോ ഡി സി വീതമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 ചെയിൻ ചെയ്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ഇങ്ങനെ ഇവിടെ ആണല്ലോ നമ്മൾ 2 ചെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്പേസിലേക്കാണ് ഞാനിവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റിച്ചസ് ചെയ്യുന്നത്.
ഈ ഒരു സ്പേസിലാണ് ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇത് നമുക്ക് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് സെക്കൻഡ് വണ്ണിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക, തേർഡ് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ഫോർത്ത് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യണേ. ഇനി ഫിഫ്ത്ത് സ്റ്റിച്ചിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും 4 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 4 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. ഫിഫ്ത്ത് വണ്ണിൽ നമുക്ക് ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത 4 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. 1 2 3 4. ഇനി ഫിഫ്ത്ത് വണ്ണിൽ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങോട്ട് മുകളിലേക്കൊക്കെ നമ്മൾ ബാക്ക് ലൂപ്പ് മാത്രമായിട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോഴേ നമുക്ക് ഈ ഫ്രണ്ട് ലൂപ്പ് ഇങ്ങനെ ഒരു ലൈനായിട്ട് വരൂ. അപ്പോൾ ഈ ലൈനിലാണ് ഇനി നമ്മൾ അടുത്ത റൗണ്ടിൽ വർക്കുകൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 18 ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ 18 എണ്ണം കിട്ടിയിട്ടില്ലെന്ന് നോക്കുക. എന്നിട്ട് അതിന് ശേഷം അപ്പോൾ റൗണ്ട് കംപ്ലീറ്റ് ആവുക എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു സ്റ്റിച്ച് നോക്കിയിട്ടാണ്. നമ്മൾ ഇവിടെയാണ് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം എത്തുമ്പോൾ നമുക്കൊരു റൗണ്ട് കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത റൗണ്ട് നമ്മൾ 9ാമത്തെ റൗണ്ട് ചെയ്യുന്നത് ഓരോ ചെയിനിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷേ 5 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ ചെയ്യുക. ഇവിടെ നിന്നാണ് നമ്മൾ അടുത്ത റൗണ്ട് 9ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അവിടെ നിന്ന് 1 2 3 4 5. 5 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 6ാമത്തെ സ്റ്റിച്ചിൽ നമുക്ക് ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വലിയ സ്റ്റിച്ചസ് ആയി കാണുന്നത്. പിന്നെ തുന്നുമ്പോൾ ശരിയായി വരും കേട്ടോ. ഇനി വീണ്ടും 5 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5. 5 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 6th വണ്ണിൽ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി 5 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5. ഇനി ഫിഫ്ത്ത് വണ്ണിൽ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റിച്ചിൻ്റെ നേരെ എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ റൗണ്ടിലും വേണമെങ്കിൽ കൺഫ്യൂഷൻ ആവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 21 സ്റ്റിച്ചസ് ആണ് കിട്ടുക. ഇനി അടുത്ത റൗണ്ട് 10ാമത്തെ റൗണ്ട് നമ്മൾ ചെയ്യാം. 6 ഡബിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് ആണ്. അപ്പോൾ 6 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6
സിക്സ് 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 7th വണ്ണിൽ ഒന്ന് തന്നെ 2 ചെയ്യുക. 7ാമത്തെ സ്റ്റിച്ചിൽ ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി വീണ്ടും 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 6 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്നുള്ള വീതം ചെയ്യുക. 1 2 3 4 5 6 ഇനി 7th വണ്ണിൽ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 ഇനി ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെക്കാം കേട്ടോ, ഇനി മുകളിലേക്ക് പോകുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. അങ്ങനെ നമ്മൾ 7 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മളിവിടെ 7 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഇൻക്രീസിങ് ചെയ്യാനുള്ളത് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ഈ ഒരു സ്റ്റിച്ചിലാണ്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ലാസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അടുത്ത റൗണ്ടിൽ നമുക്ക് എൻഡിങ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ റൗണ്ട് കഴിയുമ്പോൾ 7 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 27 സ്റ്റിച്ചസ് കിട്ടും. ഇനി അടുത്തത് നമ്മൾ 8 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് ആണ്. 8 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 4 5 6 7 8 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 9ാമത്തെ സ്റ്റിച്ചിൽ നമുക്കൊരു ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിൽ തന്നെ സെയിം ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി വീണ്ടും 8 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് നിന്ന് 2 പ്രാവശ്യം കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്തും. ആ വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ റൗണ്ട് മുഴുവൻ നമ്മൾ 8 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റ് നമ്മൾ 8 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇൻക്രീസിങ് ചെയ്യാനുള്ളത് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇതിൽ നമ്മൾ 9ാമത്തെ സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഈ ലാസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അടുത്ത റൗണ്ടിൻ്റെ എൻഡിങ് ആണ് ഇവിടെ വരിക കേട്ടോ, സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ഈ ഭാഗത്ത്. ഇനി നമ്മൾ 9 ഡബിൾ ക്രോഷ്യ ഈ ഒരു റൗണ്ട് നമ്മൾ 12ാമത്തെ റൗണ്ട് നമ്മൾ 8 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള ഒരു പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 30 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമ്മൾ 13ാമത്തെ റൗണ്ടിൽ നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്. അപ്പം 13ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റിൽ ഓരോ ചെയിനിലും 5 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 6ാമത്തതിൽ നമുക്കൊരു ഇൻക്രീസിങ് ചെയ്യാം. വീണ്ടും 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3
4 5 സിക്സ്ത് വണ്ണിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 5 ഡബിൾ ക്രോഷ്യ സിക്സ്ത് വണ്ണിൽ 2 എണ്ണം. നമ്മൾ ഈ ഒരു എൻഡ് വരെ ചെയ്യുക. 5 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി ഇൻക്രീസിങ് ചെയ്യാനുള്ളത് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്താണ്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു 2 സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കാം. 1 2 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ലാസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യേൻ്റെ ടോപ്പിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. അപ്പോൾ 5 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള ഈ ഒരു പാറ്റേൺ നമ്മൾ കഴിയുമ്പോൾ നമുക്ക് 35 സ്റ്റിച്ചസ് ആണ് കിട്ടുക. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്. 6 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 4 5 6 ഡബിൾ ക്രോഷ്യ സെവൻത്ത് വണ്ണിൽ 7ാമത്തെ സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. 6 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇൻക്രീസിങ് ചെയ്യണം. 6 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഒരു ഇൻക്രീസിങ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ 6 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 40 സ്റ്റിച്ചസ് ആണ് കിട്ടുക. ഇനി അടുത്തതിൽ നമ്മൾ 7 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്. 1 2 3 4 5 6 7 7 ഡബിൾ ക്രോഷ്യ ചെയ്തു. 8ാമത്തേൽ നമുക്ക് ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ട് മുഴുവനും 7 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ചുറ്റിലും ചെയ്തിട്ട് ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ 7 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 7 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഇൻക്രീസിങ് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ ഒരു സ്റ്റിച്ച് മാർക്കറിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ എടുത്ത സ്റ്റിച്ചിൽ ലാസ്റ്റ് ചെയിനിൽ നമുക്ക് ലാസ്റ്റ് ചെയ്ത DCൻ്റെ ടോപ്പിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ 7 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ചുറ്റിലും ചെയ്യുമ്പോൾ നമുക്ക് 45 സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് ഇതിങ്ങനെ വലുതായിട്ട് വരുന്നത് കാണാം. നമ്മൾ വിടുത്ത് ഇങ്ങനെ കൂടി കൂടി വരുന്നതായിട്ട് കാണാം. ഇനി നമ്മൾ അടുത്ത റൗണ്ട് 16ാമത്തെ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ഓരോ ചെയിനിലും ഓരോ DC ഇങ്ങനെ 8 ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്യുക. 1 2 3 4 5 6 7 8 അങ്ങനെ നമ്മൾ 8 ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തു. 9ാമത്തെ ചെയിനിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 DC ചെയ്യുക. ഒന്ന് തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ ചെയിനിലും ഓരോ DC 9th വണ്ണിൽ നമ്മൾ 8 ചെയിനിലും ഓരോ DC 9th വണ്ണിൽ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ ഈ റൗണ്ട് മുഴുവനും 8 DC ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ 8 DC ചെയ്തു. ഇനി ലാസ്റ്റ് ചെയിനിൽ നമുക്ക് ഒരു ചെയിനിൽ തന്നെ 2 DC ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു റൗണ്ട് 16ാമത്തെ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ 16ാമത്തെ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 50 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക, 50 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ട് നമ്മൾ 17ാമത്തെ റൗണ്ടാണ്. ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള 9 ചെയിനിലാണ് ചെയ്യുന്നത്. 9 ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്യുക. പിന്നെ 10ാമത്തേൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 9 ചെയിനിലും ഓരോ DC ചെയ്യുക, 10ാമത്തേൽ ഒരു ഇൻക്രീസിങ് ചെയ്യുക. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ 17ാമത്തെ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 55 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഓരോ റൗണ്ടിലും നിങ്ങൾക്ക് എത്ര സ്റ്റിച്ചസ് ഉണ്ടെന്ന് എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം ആ റൗണ്ട് കൗണ്ട് ചെയ്യുക. അത് കറക്റ്റ് ആണോ നോക്കിയിട്ട് മാത്രം അടുത്ത റൗണ്ടിലേക്ക് പോവുക. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ഇൻക്രീസിങ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ വിടുത്ത് കൂടി വരുന്നത്. അപ്പോൾ ഇനി ഓരോ റൗണ്ടിലും നമ്പേഴ്സ് കറക്റ്റാണോ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 17ാമത്തെ റൗണ്ടിൽ 9 DC ഒരു ഇൻക്രീസിങ് ഇങ്ങനെ ചെയ്ത് എനിക്ക് 55 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് 18ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് അതിന് മുന്നായിട്ട് നമുക്ക് 2 ഡബിൾ ക്രോഷ്യം കൂടി ലാസ്റ്റ് ഈ റൗണ്ടിൽ ചെയ്യാനുണ്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് 55 സ്റ്റിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവിടെ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഇനി 18ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ, അങ്ങനെ 10 ചെയിനിലും നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 11ാമത്തെ സ്റ്റിച്ചിൽ നമുക്ക് ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബാക്ക് ലൂപ്പാണോ യൂസ് ചെയ്യുന്നുള്ളതെന്ന് എന്തായാലും ഒന്ന് നോക്കണം. ചിലപ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ ചെയ്തു പോകുമ്പം ബാക്ക് ലൂപ്പ് അല്ലാതെ 2 ലൂപ്പ് യൂസ് ചെയ്തു പോകും. അതൊക്കെയാണ് നമുക്ക് വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇത് നമ്മളിതിൻ്റെ ബേസാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ലെയറായിട്ട് സ്റ്റിച്ചസ് വരുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ലെയർ കിട്ടുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടെ ഈ ഒരു റൗണ്ട് എന്ന് പറയുന്നത് 10 സ്റ്റിച്ചസ് ചെയ്യുക, പിന്നെ 11ാമത്തെ സ്റ്റിച്ചസിൽ ഇൻക്രീസിങ് ചെയ്യുക. അപ്പം ആ ഒരു രീതിക്ക് എഴുതി വെക്കുക. പിന്നെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിലും 10 ഡബിൾ ക്രോഷ്യ 11ാമത്തേൽ ഒരു ഇൻക്രീസിങ് ചെയ്യാനുണ്ട്. 10 ഡബിൾ ക്രോഷ്യ ഇപ്പോൾ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അതിൽ നമുക്ക് 2 സ്റ്റിച്ചസും കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് നമുക്ക് 60 സ്റ്റിച്ചസ് കിട്ടുക. ഇനി അപ്പം നമുക്ക് ഇനി വിടുത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 11 സ്റ്റിച്ച് ഒരു ഡബിൾ ക്രോഷ്യ അങ്ങനെ വിടുത്ത് കൂട്ടിയിട്ട് എത്ര വിടുത്താണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും വിടുത്ത് നിങ്ങൾ എടുത്തു കൊടുക്കുക. അപ്പോൾ ഞാൻ മറ്റേ വർക്ക് എനിക്ക് പെട്ടെന്ന് കസ്റ്റമർ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാനത് പിന്നെ വേറെ ഒരു മെർമെയ്ഡ് ചെയ്യുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഓർഡർ കിട്ടിയപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു DC ചെയ്യാം. അവിടെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമ്മൾ 19ാമത്തെ റൗണ്ടാണ്. ഒരു DC ചെയ്തു. സെക്കൻഡ് വണ്ണിൽ നമുക്ക് 2 DC ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് വണ്ണിൽ സെയിം തന്നെ ഒരു DC കൂടി ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു DC ചെയ്തു. 19ാമത്തെ റൗണ്ടിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു DC ചെയ്തു. സെക്കൻഡിൽ 2 DC ചെയ്തു. ഇനി ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ 26 സ്റ്റിച്ചിൽ ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13
14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26. അപ്പോൾ നമ്മൾ 26 ചെയിനിലും ഓരോ ഡി സി എന്നുള്ള പാറ്റേൺ ഇവിടുന്ന് ഇങ്ങനെ 26 സ്റ്റിച്ചിലും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 27ാമത്തെ സ്റ്റിച്ചിൽ ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രമാണ് നമ്മൾ ഈ ഒരു റൗണ്ടിൽ ഇൻക്രീസിങ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ സെക്കൻഡ് ചെയിനിലും ചെയ്തു, അതുപോലെ നമ്മൾ ഈ 27ാമത്തെ സ്റ്റിച്ചിലും ഒരു ഇൻക്രീസിങ് ചെയ്തു. ഇനി നമ്മൾ എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡി സി എന്നുള്ള പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചുറ്റിലും ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഡി സി എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഡി സി എന്നുള്ള വീതം ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 62 സ്റ്റിച്ചസ് ആണ് കിട്ടുക. 62 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അത് കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കറക്റ്റ് ആണോ നോക്കിയിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ മെഷർമെൻറ്റ് ഏകദേശം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും മെഷർമെൻറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ റൗണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് 2 സ്റ്റിച്ചസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഈ ഒരു 60 സ്റ്റിച്ചിന് അതിൻ്റെ കഴിഞ്ഞ റൗണ്ടിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമുക്ക് സ്റ്റിച്ചസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇൻക്രീസിങ് ചെയ്യുന്നില്ല. ഞാനിനി 20 മുതൽ 25 വരെയുള്ള 6 റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ ഡി സി എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 6 റൗണ്ട് എന്നില്ല, നിങ്ങൾക്ക് എത്ര റൗണ്ടാണോ മെഷർമെൻറ്റ് കിട്ടുന്നത്, ലെങ്ത്ത് എത്ര റൗണ്ടിലാണോ കിട്ടുന്നത് അത്രയും റൗണ്ടിൽ നിങ്ങളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഡി സി എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ മെഷർമെൻറ്റ് കിട്ടുന്നത് അതുവരെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഓരോ ചെയിനിലും ഓരോ ഡി സി എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൗണ്ട് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്ത് കിട്ടുന്ന വരെ ചെയ്യുക. എനിക്ക് 18 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആ 18 ഇഞ്ച് കിട്ടുന്ന വരെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് 9 ഇഞ്ചാണ് ടോട്ടൽ വിഡ്ത്ത് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്തിൽ ചെയ്യുക. വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അത്രയും വിഡ്ത്ത് ചെയ്യുക. അപ്പോൾ അങ്ങനെ റൗണ്ട് കൗണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞാനിപ്പോൾ ആ വിഡ്ത്ത് നിർത്തിയതിന് ശേഷം വീണ്ടും ഞാനൊരു 9 ഇഞ്ച് വീണ്ടും ചെയ്തു. അപ്പോഴാണ് എനിക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഡി സി എന്നുള്ള പാറ്റേൺ എത്ര ചെയിൻ ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത്രയും ചെയിനിൽ ചെയ്യുക. പിന്നെ നമ്മൾ ലാസ്റ്റ് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നതിന് മുന്നേ നമുക്ക് 3 സ്റ്റിച്ച് വിടണം. ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മളൊരു ഹാഫ് ഡി സി ചെയ്തു. സെക്കൻഡ് സ്റ്റിച്ചിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് സ്റ്റിച്ചിൽ നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടോ, ഇതുവരെ നമ്മൾ ബാക്ക് ലൂപ്പ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, ചെയിൻ 2, 3 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഡി സി എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ഡി സി ചെയ്ത് കൊടുക്കുക. കൗണ്ട് ചെയ്യൊന്നും വേണ്ട, എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്ത്. ഇവിടെ നമ്മൾ ബാക്ക് ലൂപ്പ് അല്ല യൂസ് ചെയ്യുന്നത്, 2 ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ചസ് ചെയ്യുന്നത്. നമുക്ക് ചുറ്റിലും ഓരോ ചെയിനിലും ഓരോ ഡി സി എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇനി ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു റൗണ്ട് തൊട്ടിട്ട് നമ്മൾ 2 ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണേ. നമ്മളിതുവരെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ ചെയിനിലും ഓരോ ഡി സി എന്നുള്ള പാറ്റേൺ നമ്മൾ ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള
ഈ ഒരു ഹാഫ് ഡി സിൻ്റെ മുകളിലും നമ്മൾ നേരത്തെ റൗണ്ടിൽ ചെയ്തിട്ടുള്ള ഹാഫ് ഡി സിൻ്റെ മുകളിലും ഒരു ഹാഫ് ഡി സി ചെയ്യുക, സിംഗിൾ ക്രോഷ്യേൻ്റെ മുകളിലും ഒരു ഡി സി ചെയ്യുക. ഹാഫ് ഡി സി അല്ല ഡി സി ആണ് കേട്ടോ ഈ റൗണ്ട് മുഴുവനും നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്ത 3 ചെയിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 ചെയിൻ ചെയ്യുക, ഒരു ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക, ഒരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ, ഒരു ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്നുള്ള രീതിക്കാണ് യാണവ് ചെയ്യുക. ബാക്ക് സൈഡിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ബാക്ക് ലൂപ്പ് ചെയ്യുക, ഇനി ഫ്രണ്ട് ലൂപ്പ് ചെയ്യുക, ഒരു ഫ്രണ്ട് ലൂപ്പ്, ഒരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ, ഒരു ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിക്ക് ഈ റൗണ്ട് മുഴുവൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ബാക്ക് പോസ്റ്റിൻ്റെയും ഫ്രണ്ട് പോസ്റ്റിൻ്റെയും ഒക്കെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ റൗണ്ട് മുഴുവനും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മെഷർമെൻറ്റ് എത്രയാണോ വേണ്ടത്, ചെറിയ കുട്ടിയൊക്കെയാണെങ്കിൽ ഇത്ര മെഷർമെൻറ്റ് വേണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ആദ്യം അവരുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും പിന്നെ അര മുതൽ കാലിൻ്റെ അടി വരെയുള്ള മെഷർമെൻറ്റുമാണ് വാങ്ങിക്കേണ്ടത്. ആ 2 മെഷർമെൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു മെർമെയ്ഡ് ഡ്രസ്സ് ചെയ്തെടുക്കാൻ പറ്റും. ചുറ്റിലും ഓരോ ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് ചെയ്ത 3 ചെയിൻ ചെയ്ത് ആ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. 1 2 3 ചെയിൻ ചെയ്യുക. വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ സെയിം പാറ്റേൺ തന്നെ ഫ്രണ്ട് പോസ്റ്റിൻ്റെ നേരെ നമുക്കൊരു ഫ്രണ്ട് പോസ്റ്റ് ചെയ്യാം, ബാക്ക് പോസ്റ്റിൻ്റെ നേരെ ഒരു ബാക്ക് പോസ്റ്റ് ചെയ്യുക, ഫ്രണ്ട് പോസ്റ്റിൻ്റെ നേരെ ഒരു ഫ്രണ്ട് പോസ്റ്റ്, ബാക്ക് പോസ്റ്റിൻ്റെ നേരെ ഒരു ബാക്ക് പോസ്റ്റ് ഡി സി ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്തിൽ ഇങ്ങനെ ഈ റൗണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. 3 റൗണ്ടോ 4 റൗണ്ടോ 5 റൗണ്ടോ എത്രയാണോ മോൾ ഭാഗത്തേക്ക് ഈ ഒരു പാറ്റേൺ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റ് ഇങ്ങനെ റൗണ്ടിൽ ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനൊരു ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റ് ഇങ്ങനെ ചെയ്ത് ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, യാൺ കട്ട് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഇത്ര മതി, അപ്പോൾ ലെങ്ത്ത് മതിയായതുകൊണ്ട് ഞാൻ ഇവിടെ യാൺ കട്ട് ചെയ്തിട്ട് യാൺ ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഫ്രണ്ട് സൈഡിലേക്കും പിന്നെ ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് 1-2 നോട്ട് ഇട്ട് കൊടുത്തിട്ട് യാൺ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ നിന്ന് തന്നെ നമ്മൾ യാൺ കട്ട് ചെയ്യുമ്പോൾ നന്നായി ഊരി പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് 1-2 നോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ബാലൻസ് വരുന്ന യാൺസ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഊരി പോവില്ല. ബാലൻസ് വരുന്നതാണ് നമുക്ക് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്നും കൂടി നോട്ട് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ മെർമെയ്ഡിൻ്റെ ഒരു ബേസ് ആണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത് നമുക്കിങ്ങനെ ഫ്രണ്ട് ലൂപ്പ് പോലെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ആ ബാക്ക് ലൂപ്പ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഫ്രണ്ട് ലൂപ്പ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്താണ് നമ്മൾ യാണ് ആഡ് ചെയ്യേണ്ടത്. ഏത് കളറാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ യാണ് ചെയിൻ 1 ചെയ്യുക. നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുക, 2 ലൂപ്പ് കിട്ടും, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. ഇനി അവിടുന്ന് നമുക്ക് 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3rd ചെയിനിലാണ് നമ്മൾ ഇനി വർക്ക് ചെയ്യുന്നത്. 3rd ചെയിൻ എന്ന് പറഞ്ഞാൽ ബാക്ക് ലൂപ്പ് ഫ്രണ്ട് ലൂപ്പിലാണ് ചെയ്യുന്നത്. 3rd ചെയിനിൽ നമുക്ക് ഡി സി ചെയ്ത് കൊടുക്കുക. 1 സെയിം തന്നെ 2 3 4 5 6 7 8 9. ഞാനിവിടെ
സെയിം ചെയിനിൽ തന്നെ 9 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നോക്കുക, 2 ചെയിന് നമ്മൾ ഫ്രണ്ട് ലൂപ്പ് ഇങ്ങനെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഫ്രണ്ട് ലൂപ്പ് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ആ കാണുന്ന 2 ഫ്രണ്ട് ലൂപ്പ് സ്കിപ്പ് ചെയ്യുക. അതിന് ശേഷം 3ാമത്തെ ചെയിനിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഇവിടെ ഒരു പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഷെൽ സ്റ്റിച്ച് എന്നൊക്കെ പറയും. ഇനി നമ്മൾ വീണ്ടും 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3rd ചെയിനിൽ വീണ്ടും നമുക്ക് 9 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 9 അല്ലെങ്കിൽ 8 ആയാലും കുഴപ്പമില്ല, 9 9 അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ആയതുകൊണ്ട് 9 ചെയ്യുക. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ വേണമെങ്കിൽ 8 7 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെറുതാക്കി കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 9 സ്റ്റിച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഒരു ചെയിനിൽ തന്നെ 9 സ്റ്റിച്ച് ചെയ്യുക, 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക, അതിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. പിന്നെ അടുത്തതിൽ നമുക്ക് ഒരു 8 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ റൗണ്ട് ഇങ്ങനെ ചുറ്റിലും താഴെ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ആ ഒരു ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഫ്രണ്ട് ലൂപ്പ് ഇങ്ങനെ റൗണ്ടിൽ കാണാൻ പറ്റും. ആ റൗണ്ടിൽ മുഴുവനും നമുക്കിങ്ങനെ സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക, അതിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് 9 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് സെയിം ചെയിനിൽ തന്നെ ചെയ്ത് കൊടുക്കുക. ഫാൻ സ്റ്റിച്ച് ചെയ്യുക. ഇനി റൗണ്ട് മുഴുവനും നമുക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ ചുറ്റിലും നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള മെർമെയ്ഡിൻ്റെ ഡ്രസ്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, ഫുൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പെറ്റൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആ ഫ്രണ്ട് ലൂപ്പ് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ അതിൻ്റെ താഴെ ഭാഗത്തുള്ള ആ ഒരു വിക്സ് ചെയ്യുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പം ഈ ഒരു സെയിം പാറ്റേൺ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക, അതിൽ 8 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ താഴേക്ക് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 8 7 6 എന്നുള്ള രീതിക്ക് ഇങ്ങനെ ആ പെറ്റൽസിൻ്റെ സ്റ്റിച്ചസ് കുറച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് കൊടുക്കാൻ നിർബന്ധമില്ല, കുറച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ഫാൻ സ്റ്റിച്ച് നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ആ ഒരു നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയുള്ള ആ ഒരു സ്റ്റിച്ചസ് കിട്ടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക.